ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഡ്രോപ്പ് ഷാഡോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അത് ബ്ലെൻഡിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ല, ബ്ലെൻഡിങ് ഓപ്ഷനകത്തുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഇത് വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇമേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിന് മുമ്പിൽ ഡ്രോപ്പ് ഷാഡോ എന്ന് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ബോൾഡായിട്ടുള്ള, അത്യാവശ്യം നീളം കൂടിയ ലെറ്റേഴ്സൊക്കെ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഫോണ്ട് എടുക്കാൻ നോക്കിയാൽ അത്രയും നല്ലതാണ്. കാര്യം കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും. ഓക്കെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ആ ടെക്സ്റ്റ് ലെയറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക. ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് റീലിങ്ക് ചെയ്യാൻ പറ്റും. അതായത് വീണ്ടും ടെക്സ്റ്റ് റീഎഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ടി കൊടുക്കുമ്പോൾ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആവണമെങ്കിൽ ടെക്സ്റ്റ് ലെയറിൽ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഡ്രോപ്പ് ഷാഡോ നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയ ശേഷം അതിന് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. അതിന് കൺട്രോൾ ജെ കൊടുക്കുക, അല്ല റൈറ്റ് ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുമ്പോൾ 2 ലെയർ വന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, കൺട്രോൾ ടി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഫ്ലിപ്പ് വെർട്ടിക്കലാക്കുക. കാര്യം അതെന്തിനു വേണ്ടിയാണ് നമുക്കറിയാവുന്നതാണ്. മിക്കവാറും ഷാഡോ ഒക്കെ വരുമ്പോൾ തല ഇരിഞ്ഞായിരിക്കും കൂടുതൽ വരുന്നത് അല്ലേ. അങ്ങനെ ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് വീണ്ടും പെർസ്പെക്റ്റീവ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ കോർണറിൽ നിന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കിടത്താവുന്നതാണ്. കിടത്താൻ നേരം ഇങ്ങനെ എന്ത് ചെയ്യുക, താഴോട്ടാക്കി കൊടുക്കുക, കറക്റ്റ് ലെവലിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇങ്ങനെ വൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു നാച്ചുറാലിറ്റി ഫീലിങ്ങിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് വന്നു, പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് കുറച്ചുകൂടെയൊക്കെ എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി ബ്ലർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു മങ്ങിയ രീതിയിലൊക്കെ വരണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ഷാഡോയ്ക്ക് ഒരു ബ്ലർ കൊടുക്കാം. ഫിൽറ്റർ, ബ്ലർ, കുഷ് ബ്ലർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചെറിയ രീതിയിൽ ബ്ലർ ഒന്ന് കൊടുക്കുക കേട്ടോ. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക, ഒരുപാട് കൊടുക്കരുത്. ടോക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇച്ചിരി ഫെയ്ഡായി വരുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ടൊരു മാസ്ക് ഇട്ട ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബ്രഷോ അല്ലെങ്കിൽ ഇറേസറോ യൂസ് ചെയ്ത് മായ്ക്കാവുന്നതാണ്. മായ്ക്കാൻ നേരം ബ്ലാക്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രേഡിയൻ്റ് യൂസ് ചെയ്യാൻ നേരം ഇവിടെ ബ്ലാക്കും വൈറ്റുമാണ് കോംബോ വരുന്നത്. നമ്മൾ സെയിം ബ്ലാക്കും വൈറ്റും ഇടുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാൻ നേരം എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ആ ഭാഗം മാഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ നേരം എന്ത് ചെയ്യും, നമുക്കിങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, അപ്പോൾ കുറച്ചുകൂടെ ഒരു റിയാലിറ്റി ഉണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. വീണ്ടും നമുക്ക് ഡ്രോപ്പ് ഷാഡോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഈ ഡ്രോപ്പ് ഷാഡോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ.